അല്ലാഹു ചെയ്ത സഹായമാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. ഇത് ഉമർ റളിയല്ലാഹു അൻഹു അറിയുകയാണ്. പ്രവാചകരുടെ ഉമ്മത്തിൽപ്പെട്ട ഒരാളെ തീക്കുണ്ടാരത്തിൽ നിന്ന് അല്ലാഹു രക്ഷപ്പെടുത്തിയല്ലോ. അപ്പൊ എന്റെ മുത്തിനോട് അല്ലാഹുവിനുള്ള സ്നേഹമെത്രയാ, എന്റെ കരളിനോട് അല്ലാഹുവിനുള്ള സ്നേഹമെത്രയാ. ഈ പാവപ്പെട്ടവന്റെ പ്രാർത്ഥന കേട്ടുകൊണ്ട് പടച്ചവന് മുത്ത് റസൂലിനോടുള്ള പ്രേമത്തെ വ്യക്തമാക്കി പറഞ്ഞ അല്ലാഹ് കരയാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി, പൊട്ടിക്കരയാൻ തുടങ്ങി. എന്തിനേറെ സ്നേഹം പറയുന്നു. 1.25 ലക്ഷത്തോളം വരുന്ന പ്രവാചകന്മാരെ ഭൗതിക ലോകത്തേക്ക് കടന്നു വന്നിട്ട് ഒരാളെങ്കിലും അല്ലാഹു പടച്ച തമ്പുരാ ജീവിച്ചിരിക്കുന്ന സമയത്ത് അല്ലാഹുവിന്റെ അരികിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? സലാത്തിലെല്ലാം മറന്നുപോല മംഗലാപുരം അടിയാറുന്ന പെങ്ങള് മൗലിക കിതാബ് കരിച്ചു കളയാ പുത്തമ്പാലുകളുടെ മാറ്റി കേട്ടിട്ട് മനസ്സ് വെച്ച് പോലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള യുദ്ധം മാറ്റിയിട്ട് സിനിമാ ലോകത്തിന് വേണ്ടി ജീവിക്കോ മനസ്സ് വെക്കുന്ന മുസ്ലിം യുവത്തിലേ അല്ലാഹുവിന്റെ റസൂലിനോടുള്ള പ്രേമം അല്ലാഹു പടച്ച തമ്പുരാൻ വ്യക്തമാക്കുന്നത് എങ്ങനെയാ? ഇത്രയും പ്രവാചകന്മാര് വന്നല്ലോ, ഇത്രയും പ്രവാചകന്മാര് വന്നല്ലോ. ഒരാളെങ്കിലും അല്ലാഹു അവന്റെ അടുത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടോ? ഒരാളെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ കടന്നു വരാൻ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത്, ജിബ്രീൽ അലൈഹിസ്സലാമിനെ പോലെ കടന്നു ചെല്ലാൻ പെർമിഷൻ ഇല്ലാത്ത സ്ഥലത്ത് കടന്നു ചെന്നില്ലേ നബി മുഹമ്മദ് മുസ്തഫ? ജിബ്രീൽ അലൈഹിസ്സലാം മാറി നിന്ന് പോയി. കടക്കാൻ പറ്റൂല. അതുകൊണ്ടല്ലേ ഈ പാട്ടെഴുതുന്ന കവികൾ പറയും മിഅ്റാജ് രാവിലെ കാറ്റേ അല്ലാഹുവേ ഈ രണ്ട് വരികൾക്ക് സമ്മാനം കൊടുക്കാൻ എന്താണ് നമ്മുടെ കയ്യിലുള്ളത്? في شكله رهبا فمتعني تقدم يا حبيبي لا تخف بسرت ناجي ربك القيوم صلوا عليه وسلموا تسليما. നബിയേ എനിക്ക് വരാൻ പറ്റൂല നബിയേ, ഞാൻ വരുന്നില്ല നബിയേ, നിങ്ങൾ കടന്നു വെക്കോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു ജിബ്രീലേ എന്തേ നീ വരാത്ത ജിബ്രീലേ? മിഅ്റാജിന്റെ രാത്രിയാ, ഇസ്രാഈലിന്റെ രാത്രിയാ, ബുറാഖ് എന്ന വാഹനത്തിന്റെ മുകൾ ഭാഗത്ത് കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബ് ജിബ്രീൽ കൊണ്ടുപോകുന്ന രംഗമാ. അവസാനം പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് എത്തുമ്പോ ജിബ്രീൽ പറയുന്നു യാ റസൂലല്ലാഹ് ഞാൻ വരുന്നില്ല നബിയേ, വരുന്നില്ല നബിയേ, വരുന്നില്ല. നിങ്ങൾ വെക്കോ. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്ന എന്തേ ജിബ്രീലേ വരാത്തതെന്തേ ജിബ്രീലേ? ആ സമയത്ത് ജിബ്രീൽ പറയുന്നു എനിക്ക് പെർമിഷൻ ഇല്ല നബിയേ, എനിക്ക് ഇവിടെ ഇങ്ങോട്ട് കടന്നു വന്നു പോയാൽ എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും നബിയേ. ഇവിടെ മുന്നോട്ട് കടന്നു വന്ന എന്റെ ചിറക് കരിഞ്ഞു പോകും നബിയേ, കരിഞ്ഞു പോകും നബിയേ. അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റൂല. അവിടെയല്ലോ നമ്മുടെ മനസ്സിന്റെ പ്രകാശം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയത്. ആ പ്രവാചകനെ നിനക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? ആ പ്രവാചകനെ നിനക്ക് വേണ്ടേ ചെറുപ്പക്കാരാ? തിരുവനന്തപുരം എയർപോർട്ടിൽ ക്രിക്കറ്റിന്റെ ഇതിഹാസമായ സച്ചിൻ ടെണ്ടുൽക്കർ കടന്നു വന്നവരെ കേരള മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയെ സന്ദർശിക്കാൻ വേണ്ടി കേരളത്തിൽ ഫുട്ബോളിന്റെ വളർച്ചയെ കുറിച്ച് സംസാരിക്കാൻ സച്ചിൻ ടെണ്ടുൽക്കർ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോ ആ തിരുവനന്തപുരം എയർപോർട്ടിൽ സച്ചിനെ കാണാൻ വേണ്ടി തലേ ദിവസം തന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ റൂമെടുത്തുകൊണ്ട് കാത്തുകിടന്ന തെക്കൻ കേരളത്തിലെ കൊല്ലം ജില്ലക്കാരനായ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ തലേ രാത്രി വന്ന് കാത്തുകിടന്നു. പിറ്റേന്ന് സച്ചിൻ ടെണ്ടുൽക്കർ എയർപോർട്ടിൽ ഇറങ്ങുന്ന സമയം ഏഷ്യാനെറ്റിന്റെ വാർത്ത പുറത്തേക്ക് വിട്ട സമയത്ത് ഓടി ചെല്ലുകയാ. തിരുവനന്തപുരം എയർപോർട്ടിന്റെ മുമ്പ് പോയി സച്ചിൻ ടെണ്ടുൽക്കറെ കാത്തിരിക്കുകയാ. കുറെ സമയം കഴിഞ്ഞ് സെക്യൂരിറ്റിമാരോടൊപ്പം സച്ചിൻ ടെണ്ടുൽക്കർ ഇറങ്ങി വരുമ്പോ തെക്കൻ കേരളത്തിലെ ഈ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കയ്യിൽ നിലയെടുത്ത് ഉയർത്തി കാണിച്ചിട്ട് ഉറച്ചു വിളിച്ചു പറഞ്ഞു സച്ചിൻ സിന്ദാബാദ്, സച്ചിൻ സിന്ദാബാദ്.
ഇന്ന് വിളിച്ചിട്ട് സച്ചിൻ നോക്കുകയില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന സച്ചിന് എന്റെ റൂം നിറച്ച് നിന്റെ ഫോട്ടോയാ, എന്റെ മൊബൈൽ നിറച്ച് നിന്റെ ഫോട്ടോയാ, എന്റെ ജീവിതം നിറച്ച് ക്രിക്കറ്റിനെ ആരാധിക്കുന്നവനാ. ഞാൻ ഭക്ഷണം കഴിക്കുന്ന പാത്രത്തിൽ പോലും നിന്റെ ഫോട്ടോ ശേഖരിച്ചു വെച്ചിരിക്കുകയാ. എന്റെ വീടിനകത്തുള്ള റൂമിനകത്തുള്ള സോക്കേഴ്സ് മുഴുവനും സച്ചിനെ നിന്നെ കുറിച്ചുള്ള ഓർമ്മകളാ. അതുകൊണ്ട് എന്നെ ഒന്ന് നോക്കണമെന്ന് പറഞ്ഞ് തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിട്ട് പാടി വിളിച്ചത് ചെറുപ്പക്കാരനെയുണ്ടോ സച്ചിൻ അറിയുന്നു? സച്ചിൻ എങ്ങനെ അവൻ അറിയാൻ പറ്റും? തെക്കൻ കേരളത്തിൽ ഒരു ചെറുപ്പക്കാരൻ വീട് നിറച്ച് ഫോട്ടോ ഒട്ടിച്ച കാര്യം സച്ചിൻ അറിയുമോ? ആ സച്ചിൻ അവനെ നോക്കിയില്ല, മൈൻഡ് ചെയ്തില്ല. സച്ചിൻ തന്റെ വാഹനത്തിൽ കയറി ഉമ്മൻചാണ്ടിയുടെ വസതിയിലേക്ക് പോകുമ്പോ ഈ ചെറുപ്പക്കാരൻ തന്റെ കൂട്ടുകാരോട് പറഞ്ഞു, അടുത്തു പുറപ്പെടുന്ന ട്രെയിനിൽ ഞാൻ തലവെക്കാൻ പോകുകയാ. ഇത്രയും കാശ് ഞാൻ മുടക്കിയത് സച്ചിന് വേണ്ടിയാ, ഇത്രയും സ്നേഹം ഞാൻ കൊടുത്തത് സച്ചിന് വേണ്ടിയാ, ഇത്രയും പ്രേമം ഞാൻ കൊടുത്തത് സച്ചിന് വേണ്ടിയാ എന്ന് തിരിഞ്ഞു നോക്കാതെ പോയ ആ സച്ചിനോടുള്ള വെറുപ്പിന്റെ പേരിൽ ഞാനിതാ എന്റെ ജീവിതം അവസാനിപ്പിക്കാൻ പോവുകയാ. സുഹൃത്തുക്കളെ പിടിച്ചവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാ. അവസാനം ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ ഉമ്മ എന്റെ വീട്ടിലേക്ക് എന്റെ പ്രിയതമയ്ക്ക് ഫോൺ വിളിക്കുകയാ. ഉസ്താദുണ്ടെങ്കിൽ ഒരു ഫോൺ ഒന്ന് കൊടുക്കുകയോ, എന്റെ പൊന്നുമോനെ മരിക്കാൻ ഒഴുകി നിൽക്കുകയാ, എന്റെ പൊന്നുമോന് കഴുത്തിൽ കുരുക്കട്ടിടെ ഫാനിൽ തൂങ്ങി നിൽക്കാൻ പോവുകയാ. ഇത്രയും കാലം ചെറിയ പ്രായം മുതൽ മനസ്സിൽ കൊണ്ടു നടന്ന സച്ചിൻ അവന്റെ സ്നേഹം തിരിച്ചറിയാത്തത് കൊണ്ട്, അവനെ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ടുള്ള വെറുപ്പ് കൊണ്ടരാ സച്ചിൻ മരിക്കാൻ പോകുന്നു. ആ സച്ചിനോടുള്ള പ്രേമം വ്യക്തമാക്കാത്തത് കൊണ്ട് ആ ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ, ആ ചെറുപ്പക്കാരൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ് എന്റെ മുമ്പിൽ നിൽക്കുന്ന മംഗലാപുരത്തെ അടിയാറുകയാണ് 10,000 ജനസാഗരത്തിനോട് പറയുകയാ, നീ പ്രക്ഷടിക്കണ്ട, നീ മതകാരണ്ട, നീ പണം കൊടുക്കണ്ട, നീ വാഹനത്തിന്റെ പുറക്കപ്പെടുന്നുകൊണ്ട് കാത്തിരിക്കണ്ട, നിന്റെ വീടിന്റെ റൂം മുഴുവനും നീയാ ആ പ്രേമിക്കുന്നവന്റെ ഫോട്ടോ ഒട്ടിച്ചു വെക്കണ്ട. മറിച്ച് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, അടിയാറുള്ള നിന്റെ വീട്ടിന്റെ അകത്ത് നിന്ന്, മംഗലാപുരത്തുള്ള നിന്റെ വീട്ടിന്റെ അകത്ത് നിന്ന്, അതേ ചോർന്നു നിൽക്കുന്ന ചെറ്റക്കൂറയുടെ അകത്തളത്തിരുന്നു കൊണ്ടൊരു 10 സ്വലാത്ത് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്നൊരു 10 സ്വലാത്ത് ചൊല്ലിയോ, എന്നൊരു 10 സ്വലാത്ത് ചൊല്ലിയോ, ഒരു പശുപോലും വേണ്ട, ഒരു പണക്കൊടുപ്പും വേണ്ട, ഒരു അലങ്കാരവും വേണ്ട, ഒരു ആഡംബരവും വേണ്ട, ഒരു ആനന്ദവും വേണ്ട. മദീനയുടെ നായകനത് തിരിച്ചറിയുന്നത്, മദീനയുടെ പ്രേമഭാജനം അത് തിരിച്ചറിയുന്നത്, മദീനയുടെ മേരാണത് തിരിച്ചറിയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അടിയാർ എന്നിട്ടൊരു സലാത്ത് ചൊല്ലിയാൽ ആ സലാത്തിന്റെ മാധുര്യം ചെന്നെത്തുന്നത് ഇവിടെയാ. മദീനയുടെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പെങ്ങളെ, അടിയാറ് താമസിക്കുന്ന മംഗലാപുരം അടിയാറ് താമസിക്കുന്ന പെങ്ങളെ, തലയിൽ കട്ടവിട്ട പെങ്ങളെ, വെറുതെയിട്ട പെങ്ങളെ, നമസ്കാരമുള്ള പെങ്ങളെ, എത്രയോ സിനിമാ സീരിയൽ നടികളെ മനസ്സിന്റെ അകത്ത് ആവാഹിച്ചു കൊണ്ട് നടക്കുന്ന എന്റെ മുസ്ലിം പെങ്ങളെ, അല്ലാഹുവിന്റെ ഹബീബിന് വേണ്ടിയിട്ട് പണം മുടക്കണ്ട, ആ ഹബീബിന് വേണ്ടി ഒന്നും ചെയ്യണ്ട. വാരിയല്ലുകൾ കൊണ്ട് മൂടപ്പെട്ട ഹൃദയാന്തരത്തിന്റെ ഉള്ളറയിൽ തട്ടിയിട്ട് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന ഒരു സലാം പറഞ്ഞാൽ പ്രേമിക്കുന്നവനാണ്, സ്നേഹമുള്ളവനാണ്, ഇബാദത്തുള്ളവനാണ്, വിശ്വാസമുള്ളവനാണെങ്കിൽ സുബ്ഹാനല്ലാഹ് മദീനയുടെ നായകനാ സലാത്തിനെ തിരിച്ചറിയുന്നതാ. നീ കൊടുക്കുന്ന സ്നേഹം നിനക്ക് തിരിച്ചു തരാൻ ഒരിക്കലും നീ ലോകത്തിൽ നിന്ന് വിട പറയൂല, ഒരിക്കലും നീ ലോകത്തിൽ നിന്ന് വിട പറയൂല. ഏറ്റവും വലിയ സ്നേഹം അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തൊരു സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഈ ആളുകളെ എങ്ങനെയാണ് എന്തെങ്കിലും ഒരു മാർഗം ചെയ്തു കൊടുക്കുക സംഘാടകർ? അന്തുവിടെ പോയി പള്ളംകോട് അന്തുവിന്റെ പള്ളംകോടത്തെ സരസൊക്കെ മാറ്റേണ്ടി വരും. ഇത്രയും ആളുകൾ അവിടെ വന്നാൽ ആ പാടത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ജനുവരി 4-5 പള്ളംകോട് പരിപാടിയുണ്ട്. വരുന്ന വഴിയിൽ ആ ഗ്രൗണ്ടൊക്കെ കണ്ടു, പക്ഷേ നിങ്ങൾ ഇത്രയും ആൾ വരികയാണെങ്കിൽ ആ ഗ്രൗണ്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഈ ഭാഗത്തൊക്കെ എന്തെങ്കിലും ഈ ടാർപ്പയോ പേപ്പറോ കുറിച്ചിരുത്താൻ പറ്റുമെങ്കിൽ ചെയ്തോ. ഏറ്റവും പുറകിലിരിക്കുന്നത് ഇടയിൽ കസേരൊന്നും ഒഴിവില്ലല്ലോ. ഒഴിവുണ്ടെങ്കിൽ വാളണ്ടിയേഴ്സുകൾ വരുമ്പോൾ അത് കാണിച്ചു കൊടുത്താൽ പുറകിൽ നിൽക്കുന്നവരെ കൊണ്ടുവന്ന് ഇരുത്താൻ.
എല്ലാവരും ഇരുന്നോളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഇന്ന് ഈ സദസ്സ് കാണുമ്പോൾ മനസ്സിലൊരു സന്തോഷം. നമ്മളെല്ലാവരും ഒരുമിച്ച് സലാത്ത് ചെല്ലുമ്പോൾ, ഒരുമിച്ച് സലാത്ത് ചെല്ലിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ പടച്ചവനോട് പറയുമ്പോൾ അല്ലാഹു നടത്തി തരുമല്ലോ. ഇടയിലെ വഴിയിൽ കുറച്ച് കളയരുത്. ആ വഴി വേണം, വേറെ ആവശ്യത്തിന് വേണ്ടി വഴി ഇട്ടിട്ടില്ല. അങ്ങനെ നീങ്ങണമെന്നില്ല, നീങ്ങിയിട്ട് കാര്യമില്ല. കാരണം എത്ര നീങ്ങിയിട്ടും കാര്യമില്ല. ഈ വഴി വാളണ്ടിയേഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ബക്കറ്റ് കൊണ്ടുപോകാൻ പറ്റൂല. പിന്നീട് വഴി അടങ്ങി. മുമ്പിലോട്ട് നീങ്ങിയിരിക്കാൻ പറഞ്ഞത് ആരാണ്? ഇടയിൽ വഴി മുറിച്ച് കളയരുത്. ഇപ്പോഴത്തെ ഭാഷ എന്താണെന്ന് അറിയാം, വളി എന്നാണ് പറയാം. വഴിയാ ഇവിടെ എനിക്ക് ഒരാളെ പബ്ലിസിറ്റി നവനൂതന വിജ്ഞാനത്തിന്റെ സാഗര തീരത്തിലേക്ക് സ്വാഗതം എന്ന് പറഞ്ഞ പബ്ലിസിറ്റിയാണ്. ആരാണ്? ഇവിടുത്തെ എല്ലാ പരിപാടിക്കും ഒരാളെ ചെയ്യണം. ആളും ഇവിടെ ഉണ്ടോ? അതല്ല, ഈ എല്ലാ പരിപാടിക്കും പബ്ലിസിറ്റി ചെയ്യുന്നത് ഇവിടെ ഇപ്പോൾ വിളിച്ചു പറഞ്ഞ ആളല്ല. സാധാരണ പുസ്തകത്തിന് റെക്കോർഡ് ചെയ്തിട്ട് ആളൊന്ന് കണ്ടുപിടിക്കാനുള്ള പരിശ്രമം. അങ്ങനെ ഇടയിലുള്ള വഴി ഒഴിവാക്കിയിട്ട് എല്ലാവരും ഇരുന്നോളൂ. ഇടയിലൂടെ ഒരു കസേര ഒഴിവുണ്ടെങ്കിൽ ആ ഭാഗത്ത് വാലണ്ടിയേഴ്സ് ജനങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് സമയം ദീർഘിപ്പിച്ച് പറയാനൊന്നും കഴിയില്ല. ഇൻഷാ അല്ലാഹ് 11 മണിയൊക്കെ ആകുമ്പോൾ 11 മണിയാകുമ്പോൾ അന്ന് 11 കാലൊക്കെ ദുആ ചെയ്ത് പരിചയം. അതിനേക്കാളേറെ നമുക്ക് സലാത്തിൽ ദുആ ചെയ്യാം. ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് സലാത്ത് ചെല്ലുമ്പോൾ, ഇത്രയും ജനങ്ങൾ ഒരുമിച്ച് അല്ലാഹു പടച്ച തമ്പുരാനോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഒരുമിച്ച് ഖബൂൽ ചെയ്യും. നമുക്ക് വലിയൊരു സദസ്സാ കിട്ടിയിരിക്കുന്നത്. എത്രയോ ദുആ നമുക്ക് അല്ലാഹുവിനോട് ചെയ്യാനുണ്ട്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്ന വിഷയത്തിലേക്ക് നാം മടങ്ങി വരികയാണ്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും അധികം പ്രവാചകരെ സ്നേഹിച്ചത്. നമ്മൾ മാറി നിൽക്കണ്ട. കുറെ നാള് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങാതെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്രവാചകരെ കളിയാക്കിയപ്പോ, എവിടെ മുഹമ്മദ് നിന്റെ മലക്ക് നിന്നോട് പിണങ്ങിയോ, നിന്റെ മാലാഖ നിന്നോട് പിണങ്ങിയോ എന്ന് ചോദിച്ചുകൊണ്ട് കളിയാക്കി. കുറച്ച് വഹി വരുന്നതിന് താമസമുണ്ടായ സന്ദർഭത്തിൽ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഇറക്കിയല്ലോ. വല്ലുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽആഖിറതു ഖൈറുൻ ലക മിനൽ ഊലാ വലസൗഫ യുഅ്തീക റബ്ബുക ഫതർലാ അലം യജിദ്ക യതീമൻ ഫആവാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞ നബിയെ, കരയരുത് നബിയെ, അങ്ങയോട് ഞാൻ പിണങ്ങിയിട്ടില്ല, അങ്ങയോട് ഞാൻ പിണങ്ങിയിട്ടില്ല. അലം യജിദ്ക യതീമൻ ഫആവാ. അങ്ങ് യതീമായിരുന്നപ്പോൾ ഞാൻ സംരക്ഷിച്ചില്ലേ നബിയെ? അങ്ങയോട് അല്ല പിണങ്ങിയിട്ടില്ല, മലക്കുകൾ പിണങ്ങിയിട്ടില്ല നബിയെ. അങ്ങ് കരയണ്ട എന്ന് പറഞ്ഞുകൊണ്ടൊരു ഉമ്മ പൊട്ടിക്കരയുന്ന കുഞ്ഞിനെ താലോലിക്കുന്നത് പോലെ അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനുമായി മുഹമ്മദുൽ അംലാക്ക് പറന്നിറങ്ങിയില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ മനസ്സ് വേദനിച്ചാൽ അല്ലാഹു ഇടപെടും പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഇടപെടും പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ആരംഭ റസൂലിനെ സുന്നത്തിൽ കണ്ടു എന്ന് ഒരാൾ പോലും കളവ് പറയാൻ പാടില്ല. ഇന്നെല്ലാവരും ഹോൾസെയിലായിട്ട് നിങ്ങളെ സുഖനം കണ്ടുകൊണ്ട് കിടക്കാം. സ്ത്രീകളൊക്കെ അസ്സലാമു അലൈക്കും നൗഷാബാക്കവിയാണോ? അതെ, ഞാൻ മംഗളാപുരത്തുന്ന. എന്തേ? ഞാൻ ഇന്നലെ നബിതങ്ങളെ സ്വപ്നം കണ്ടു. എങ്ങനെ കണ്ടത്? ഞാനിങ്ങനെ വൈകുന്നേരം പിന്നെ ടി വിയിലെ സിനിമയൊക്കെ കണ്ടിട്ട് ഇങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി കിടന്നപ്പോൾ അല്ലാഹുവിന്റെ റസൂലിനെ കണ്ടു. ഞാൻ ഇന്നലെ രാത്രിയിൽ സീരിയൽ കഴിഞ്ഞ് കിടന്നപ്പോൾ കണ്ടു, സിനിമ കഴിഞ്ഞ് കിടന്നപ്പോൾ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം കണ്ടു. എന്താ ഡ്യൂട്ടി? ഇതിങ്ങനെ പലിശയ്ക്ക് കൊടുക്കും, മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് റാഹത്തായിട്ട് പോകുന്നു. അൽഹംദുലില്ലാഹ്. ഇങ്ങനെ പറയുന്ന ധിക്കാരം, തെമ്മാടിത്തരം പറയുന്നവരൊക്കെ റസൂലുള്ളാഹിയെ കണ്ടു എന്ന് പറയുന്ന വളരെ ലാഘവത്തോടുകൂടി പറയുന്ന ഭയാനകരമായ ഒരു അന്തരീക്ഷമാണ് ഇപ്പൊ നിലവിലുള്ളത്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെ എളുപ്പത്തിനൊന്നും കാണാൻ പറ്റൂല. ഹൃദയം അത്രത്തോളം പ്രകാശിക്കണം, മനസ്സിൽ അത്രത്തോളം നന്മ വേണം. ഒരാളോട് പോലും ഒരു വെറുപ്പുണ്ടാവരുത്, മത്സരമുണ്ടാവരുത്. ഹൃദയം പരിശുദ്ധമായവർക്കല്ലാതെ ആ മുത്ത് റസൂലിനെ കാണാൻ പറ്റൂല.
നമ്മുടെ ജീവിതത്തിൽ ആരും എന്റെ പ്രിയപ്പെട്ടവരെ അള്ളാന്റെ ഹബീബിനെ പൊരുത്തക്കേടുണ്ടാക്കുന്ന ഒരു വാക്കുപോലും വല്ലാഹി തമ്പുരാനെ തന്നെയാണ് സത്യം പറയാൻ പാടില്ല. എന്തൊക്കെ ലോകത്ത് സംഭവിച്ചു പോയാലും, കാരണം അത് അള്ളാഹുവിന്റെ വലിയ പൊരുത്തക്കേടിന് കാരണമാകണം. അപ്പൊ അള്ളാഹു സ്നേഹിച്ചത് അവിടെ നിൽക്കട്ടെ. രണ്ട്, അള്ളാഹുവിന്റെ മലക്കുകൾ സ്നേഹിച്ചതിലേക്ക് വരാം. അള്ളാഹുവിന്റെ മലക്കുകൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ പ്രേമവും ഇഷ്ടവും സ്നേഹവും ബന്ധവും അള്ളാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളോടാണ്. കാരണം എന്തേ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അള്ളാഹുവും അവന്റെ മലക്കുകളും പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്. അല്ലാഹ് മാത്രമല്ല, സ്നേഹത്തിന്റെ പരദീസയുടെ കവാടം തുറന്നുകൊണ്ട് മലക്കുകൾ കടന്നു വരികയാ. അള്ളാഹുവിന്റെ മലക്കുകൾ ആ പ്രവാചകന് വേണ്ടി സ്വലാത്ത് ചൊല്ലുന്നു എന്ന് മാത്രമല്ല, ഇവിടെ അടിയാറുകളെ കൊണ്ട് നിങ്ങൾ ആരെങ്കിലും സ്വലാത്ത് ചൊല്ലിയാൽ ആ സ്വലാത്ത് റൗള ശരീഫിൽ എത്തിച്ചു കൊടുക്കുന്നതാരാ? അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മലക്കുകളാ. ഒരു സ്വലാത്ത് പറയുമ്പോ എന്റെ വലതുഭാഗത്തിലുള്ള മലക്ക് മുത്തു ഹബീബിന്റെ ചാരത്തെത്തിയിട്ട് പറയുന്ന നബിയേ, അടിയാറ് സദസ്സിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതനായ ഇതാ ഒരു സ്വലാത്ത് പറഞ്ഞിരിക്കുന്നു. ഇവിടെ വന്ന് തൊപ്പിയിട്ട് താടി വെച്ച് തലമറച്ച് ഭരതയിട്ട് മത്തയിട്ട് സ്വർഗത്തിന്റെ ആരാമത്തിൽ വന്നിരുന്നുകൊണ്ട് ഉലകം കൊള്ളുന്ന മുസ്ലിം മാനസങ്ങളെ, നിങ്ങളൊരു സ്വലാത്ത് ഈ സദസ്സിൽ നിന്നുകൊണ്ട് ചൊല്ലിയാൽ അത് കൊണ്ടെത്തിക്കുന്നത് അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട മലക്കുകളാ. മാത്രമല്ല, ഒരിക്കൽ റസൂലിനോട് അള്ളാഹുവിന്റെ റസൂലിനോട് സഹാബികൾ ചോദിച്ചു, കം അദദുൽ മലായികത്തിൽ മുഅദ്ദലീന ബിൽ ആദമി. മനുഷ്യന്റെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി അള്ളാഹു ഏൽപ്പിച്ചിരിക്കുന്ന മലക്കുകളുടെ എണ്ണം എത്രയാ? അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, അശറത്തും ബിൽ ലൈലി വഅശറത്തും ബിൻ നഹാർ. രാത്രിയിൽ 10 മലക്കുകൾ, പകലിൽ 10 മലക്കുകൾ. എല്ലാവരുടെയും ജീവിതത്തിൽ രാത്രി 10 മലക്ക്, പകലിൽ 10 മലക്ക്. എന്തിനാണ്? ഈ മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ട്. എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്താൻ 2 മലക്കുകൾക്ക് മാത്രം ഒരു പ്രത്യേക ഡ്യൂട്ടി. അതാണ് നമ്മുടെ വിഷയം. അത് പറയാം. 10 മലക്കുകൾ. സുബഹി മുതൽ മഗ്രിബ് വരെ എന്റെ അടുത്ത് 10 മലക്കുകൾ. മഗ്രിബ് മുതൽ സുബഹി വരെ ആ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അടുത്ത 10 മലക്കുകൾ. അപ്പൊ നിങ്ങൾ പറയും, എന്തിനാണ് അള്ളാഹുവിന് മലക്കുകൾ? അള്ളാഹുവിന് തന്നെ കാര്യങ്ങൾ ചെയ്താൽ പോരെ, എന്തിനാണ് മലക്കുകൾ എന്ന് ചോദിച്ചാൽ, മലക്കുകൾ എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല കാരണങ്ങളുമായി ബന്ധപ്പെടുത്തി മാത്രമേ നടത്തുകയുള്ളൂ. അതുകൊണ്ടാണ് മലക്കുകൾക്ക് അങ്ങനെ 10 മലക്കുകൾക്ക് ഒരു വ്യക്തിയുടെ പകൽ സമയത്തെ കാര്യം നോക്കാൻ, അടുത്ത 10 മലക്കുകൾക്ക് രാത്രി സമയത്തെ കാര്യം നോക്കാൻ. എല്ലാം അവർ രേഖപ്പെടുത്തും. എല്ലാം രേഖപ്പെടുത്തും എന്ന് പറഞ്ഞാൽ വാട്സപ്പിലൂടെ കുറ്റം പറയുന്നതും പരിഹസിക്കുന്നതും ഒക്കെ രേഖപ്പെടുത്തും. ഈവത്ത് പറയുന്നതും തമാശ പറയുന്നതും കളിയാക്കുന്നതും ഒക്കെ അവർ രേഖപ്പെടുത്തും. ഇന്ന് വാട്സപ്പുകളിൽ ഗ്രൂപ്പുകളാണ്, പലവിധ ഗ്രൂപ്പുകളാണ്, ഗ്രൂപ്പ് ചർച്ചകളാണ്. 50 പേരൊരു ഗ്രൂപ്പ്, 60 പേരൊരു ഗ്രൂപ്പ്. എന്നിട്ട് ആ ഗ്രൂപ്പിനകത്ത് തങ്ങന്മാരെ കൊല്ലുക, ഉസ്താദുമാരെ കൊല്ലുക, പണ്ഡിതന്മാരെ പച്ചയ്ക്ക് ചവച്ചരയ്ക്കുക. അതൊരു രസമാണ്, അതവർക്കൊരു രസമാണ്. ഒരിക്കലും എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പാവപ്പെട്ടവനൊക്കെ നിങ്ങൾ പറയുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. പക്ഷേ പണ്ഡിത തറവാട്ടിലെ വലിയ വലിയ മഹാന്മാരെ, സയ്യിദന്മാരെ, ഗുരുവര്യന്മാരെ ഒന്നും നമ്മൾ പറയാൻ പാടില്ല, ഒരിക്കലും പറയാൻ പാടില്ല. അള്ളാഹു അവരെ തൊട്ടൊക്കെ നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അത് വലിയ അബദ്ധം ചെയ്യും. നമ്മുടെ നാവ് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റാതെ മരണപ്പെട്ടു പോകും. മലക്കുകൾ നമ്മളോടൊപ്പം ഉണ്ട്. നിങ്ങൾ പറയുന്നതൊക്കെ മലക്കുകൾ എഴുതുക. ഒരാളെ കുറിച്ച് നിങ്ങൾ കുറ്റം പറഞ്ഞാൽ അത് മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്. ഒരാളെ കുറിച്ച് നിങ്ങൾ ഈവത്ത് പറഞ്ഞാൽ അത് മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്. ഒരാളെ കുറിച്ച് നിങ്ങൾ പരിഹരിച്ചാൽ അത് മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്. സർവ്വതും രേഖപ്പെടുത്തും, സർവ്വതും രേഖപ്പെടുത്തും. അങ്ങനെ 10 മലക്ക് രാത്രി, 10 മലക്ക് പകൽ. പക്ഷേ 2 മലക്കുകൾ 2 മലക്കുകൾക്ക് അല്ലാഹു കൊടുത്തിരിക്കുന്ന ഡ്യൂട്ടി എന്താണെന്നറിയോ? നമ്മുടെ ചുണ്ടുകളിലേക്ക് നോക്കിയിരിക്കും. നമ്മുടെ ചുണ്ടുകളിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. എന്റെ ചുണ്ട് നിങ്ങളുടെ ചുണ്ടിലേക്ക് നോക്കിയിരിക്കും. മനുഷ്യന്റെ ശരീരത്തിൽ അള്ളാഹു കൊടുത്ത ഏറ്റവും ആകർഷണീയമായ, ഏറ്റവും ഭംഗിയുള്ള മനോഹരമായ വസ്തുവാണ് ചുണ്ട് എന്ന് പറയുന്നത്. അതിൽ നിന്ന് ലിപ്സ്റ്റിക് പുരട്ടും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരിമാർ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. പല പല മോഡലുണ്ട്, ഒന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. ഈ ചുണ്ടിലേക്ക് 2 മലക്കുകൾ നോക്കിയിരിക്കും. ചുണ്ടുകളിലേക്ക് 2 മലക്കുകൾ ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാ പ്രിയപ്പെട്ടവരെ നോക്കുന്നതെന്നറിയോ? എപ്പോഴെങ്കിലും ആ പ്രിയപ്പെട്ട മനുഷ്യനെന്ന ചുണ്ടനക്കിയിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
എന്ന് പറയുമ്പോ ആ മലക്കുകൾ രേഖപ്പെടുത്തുകയാണ്. അവരുടെ ഡ്യൂട്ടി അത് മാത്രമാണ്, അവരുടെ ജോലി അത് മാത്രമാണ്. ഏത് മനുഷ്യരാ സലാത്ത് ചെല്ലുന്നത്, ഏത് മോമിനികളാ സുന്ദരിപ്പിച്ചിട്ട് സലാത്ത് ചെല്ലുന്നത്, അത് രേഖപ്പെടുത്താൻ വേണ്ടി മാത്രം 2 മലക്കുകൾ വരുമ്പോ ഇപ്പൊ കൊതി തോന്നുന്നില്ലേ? ആ രാത്രിയുടെ 2 മലക്കും നിങ്ങളോടൊപ്പം കൊണ്ട് അടിയാറ് വന്നവരെ ചൊല്ലുക. സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹു സലാത്തിനെ സ്വീകരിക്കട്ടെ, അല്ലാഹു സലാത്തിനെ സ്വീകരിക്കട്ടെ. അതിലൂടെ അല്ലാഹുവേ അവസാനം അസ്റായീൽ വരുമ്പോൾ ഞങ്ങളൊക്കെ കിടന്ന് ഭയന്ന് വിറയ്ക്കും. ഞരമ്പുകൾ ഇങ്ങനെ ചൂട് മുറുകിയിട്ട് റൂഹ് ഇങ്ങനെ വലിച്ചൂരി എടുക്കുമ്പോ എന്റെ പ്രവാചകരെ കാണാൻ റബ്ബേ ഈ സ്വർഗത്തിന്റെ വേദിയിൽ ചൊല്ലിയ സലാത്തിന്റെ പവർ കൊണ്ട് നിങ്ങൾക്ക് ഭാഗ്യം തരണേ അല്ലാഹ്. അപ്പൊ മലക്കുകൾ ഞങ്ങളോടൊപ്പം എപ്പോഴാ സലാത്ത് ചെല്ലുന്നതെന്നറിയാൻ വേണ്ടി ഫസാദ് പറഞ്ഞ പെങ്ങളെ, കുറ്റപ്പെടുത്തിയ പെങ്ങളെ, ഈബത്ത് പറഞ്ഞ പെങ്ങളെ, ഉസ്താദുമാരെ, പണ്ഡിതന്മാരെ, ഹസീകളെ, സയ്യിദന്മാരെ, സ്വാലിഹീങ്ങളെ, ആരിഫീങ്ങളെ, ഔലിയാക്കളെ കരിവാരി തേച്ചുകൊണ്ട് ജീവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സമുദായമേ, നിങ്ങൾക്ക് ഇന്ന് നേരം തുറന്നിട്ട് ഇത്രയും സമയമായി സ്വലാത്ത് ചെല്ലാൻ കഴിഞ്ഞോ? എത്ര സിനിമാ പാട്ട് പാടി ചെറുപ്പക്കാരാ, എത്ര നുണ പറന്ന് ചെറുപ്പക്കാരാ, എത്ര കളവ് പറന്ന് ചെറുപ്പക്കാരാ, എത്ര മനസ്സുകളെ വേദാറിലും വേദനയിലുമാക്കി പെങ്ങളെ, എത്ര കല്യാണ ആലോചനകൾ വരുമ്പോ അതിനെ മുടക്കിയിട്ട് അഭിമാനം സംരക്ഷിച്ചു പോയ എന്റെ മംഗലാപുരം അടിയാറ് വന്ന പ്രിയപ്പെട്ട ഉമ്മത്തെ, ഒരു സലാത്ത് ചെല്ലാൻ നിനക്ക് നേരം കിട്ടിയില്ലല്ലോ, ഒരു സലാത്ത് ചെല്ലാൻ നിനക്ക് നേരം കിട്ടിയില്ലല്ലോ. എന്നാ തീരുമാനിക്കുക, റബീഉൽ അവ്വലിന്റെ പൊൻതിങ്കൽക്കല ഉദിച്ചു വരാൻ പോകുന്ന മുഹൂർത്തമാ. അടിയാറുകാരെ സന്തോഷിച്ചു കൊള്ളുക, മദീനയിൽ ഉത്സവത്തിന്റെ പെരുമ്പറ മുടക്കാൻ പോകുന്ന സമയമാ. എന്റെ അടിയാറ് വന്നവരെ സന്തോഷിച്ചു കൊള്ളുക, സന്തോഷിച്ചു കൊള്ളുക. ഇന്ന് തീരുമാനിച്ച് മരിക്കുന്നത് വരെ അല്ലാഹ്, ജീവിതത്തിൽ റൂഹ് പിരിയുന്നത് വരെ അല്ലാഹ്, 1000 സലാത്ത് ഒരു ദിവസം ഞാൻ ചൊല്ലുന്നതാ. തീരുമാനിച്ചാലേ നഷ്ടം നിനക്കില്ല. അങ്ങനെ തീരുമാനമെടുത്തില്ലെങ്കിൽ പ്രവാചകരെ സ്നേഹിക്കുന്നു എന്ന് നീ പറയുന്നത് പച്ചക്കള്ളമാണ് ചെറുപ്പക്കാരാ, പച്ചക്കള്ളമാ ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ ഹബീബിനെ പ്രേമിക്കുന്നു എന്ന് സത്യസന്ധമായി പറയുന്നവര് 24 മണിക്കൂർ 1000 പ്രാവശ്യം സല്ലല്ലാഹു അലാ മുഹമ്മദ് എന്ന് പറയാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് പ്രേമമാ, പിന്നെ എന്ത് സ്നേഹമാ. അതുകൊണ്ട് മുത്തിനോടുള്ള സ്നേഹം കൊണ്ട് മലക്കുകൾ നമ്മളോടൊപ്പം നമ്മളെപ്പോഴാ സ്വലാത്തുകൾ നിങ്ങളെന്ന് നോക്കാൻ വേണ്ടി നമ്മളോടൊപ്പം വരികയാ. മാത്രമല്ല ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രവാചകരെ ഗർഭം ധരിക്കുന്ന സമയമുണ്ടല്ലോ, ആ സമയത്ത് മക്കയുടെ പ്രവാചകരുടെ ചെറിയ വീടിന്റെ മുകൾ ഭാഗത്ത് ജിബ്രീൽ റവാഹും ബിഹാദിൽ ജിബ്രീൽ അന്ന് കാവലുണ്ടായിരുന്നു, അത്രേ സെക്യൂരിറ്റിയായി. അല്ലാഹുവിന്റെ ഹബീബ് കിടക്കുന്ന ഉമ്മയുടെ ഉദരമുള്ള ആ വീടിനെ കാവൽ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ജിബ്രീൽ ആ വീടിന്റെ മുകൾ ഭാഗത്തുണ്ടായിരുന്നവത്രേ. മാത്രമല്ല മദീനയുടെ കോമ്പൗണ്ടിന്റെ 4 ഭാഗത്തും സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ മലക്കുകൾ കാവൽ പട്ടാളങ്ങളെ പോലെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ മലക്കുകളുടെ മദീനത്ത്. അതുകൊണ്ടാണ് പിത്തൻവാഹികൾക്ക് മദീനയിൽ പോകാൻ മനസ്സ് വരാത്തത്. അവര് മക്കത്ത് പോയിട്ട് തിരിച്ചു വരും, അവര് മക്കത്ത് പോയിട്ട് മടങ്ങി വരും. അവർക്ക് മദീന വേണ്ട, അവർക്ക് മദീന വേണ്ട. മദീന നിനക്ക് വേണ്ടാത്തത് കൊണ്ടല്ല, മദീനക്ക് നിന്നെ വേണ്ട, റസൂലുള്ളാഹി നിന്നെ വേണ്ട, നിന്നെ കിടക്കാൻ സമ്മതിക്കൂല. നീ മദീനയിലേക്ക് കടന്നു വന്നാൽ അല്ലാഹുവിന്റെ മലക്കുകൾ നിന്നെ വെറുതെറിയുന്നതോ. പ്രവാചകൻ സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവര്, പ്രവാചകനോടുള്ള സ്നേഹത്തെ കപടവൽക്കരിക്കുന്നവര്, നിനക്ക് മക്കത്ത് പോയിട്ട് മടങ്ങാനല്ലാതെ മദീന സ്വപ്നം കാണാൻ നിനക്ക് കഴിയൂല, ഒരിക്കലും കഴിയില്ല. കാരണം മലക്കുകൾ മദീനയുടെ കോമ്പൗണ്ടിൽ കാവൽ പട്ടാളങ്ങളായി നിൽക്കുകയാണ്. 2 കാര്യം മദീനയിൽ പ്രവേശിക്കൂല, ദജ്ജാലും അതുപോലെ തന്നെ പിന്നെന്താ, ദജ്ജാലും പ്ലേഗ് രോഗവും. ദജ്ജാലും മദീനയിൽ പ്രവേശിക്കൂല, പ്ലേഗ് രോഗവും മദീനയിൽ പ്രവേശിക്കൂല. പ്ലേഗ് രോഗം എന്ന് പറഞ്ഞാൽ എലി സംബന്ധമായി ഉണ്ടാകുന്ന രോഗമാണ്. നമ്മുടെ കേരളത്തിൽ കുറെ താറാവുകളെ ഇപ്പോൾ കൊന്നൊടുക്കി പക്ഷിപ്പനി പടരുന്നു എന്ന് പറഞ്ഞിട്ടാണ്.
ഒരു 10,000 താറാവ് ചത്തുടങ്ങിയപ്പോൾ പക്ഷിപ്പനി മാറി എന്നാണ് പറയുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതൊക്കെ ബിസിനസ് ട്രിക്കുകളാണ്, പല തന്ത്രങ്ങളാണ്. പലരുടെയും കപടമുഖങ്ങൾ, അധികാരികളുടെ കപടമുഖങ്ങളൊന്നും തിരിച്ചറിയാൻ ചില പാവപ്പെട്ട നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. വലിയ തന്ത്രങ്ങളാണ്. ചില കാര്യങ്ങളിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒക്കെ ഒറ്റക്കെട്ടാണ്, നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ നേതാവിന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടിരിക്കും, അവർ രഹസ്യ യോഗങ്ങളിൽ പരസ്പരം കൈകൊടുത്തുകൊണ്ട് ഒറ്റക്കെട്ടാണ് അവർ. അതുകൊണ്ട് വെറുതെ പിന്നാലെ നടന്ന ജീവിതം പാഴാക്കി കളയേണ്ട സഹോദരൻ. നമ്മുടെ നേതാവ് മുത്ത് റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ആ രീതിയിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ റസൂല് ഉമ്മ ഗർഭം ധരിച്ചിരുന്ന സമയത്ത് വീടിന്റെ കാവൽക്കാരനായിരുന്നു. വീടിന്റെ മുകൾ ഭാഗത്ത് മദീനയുടെ കാവൽക്കാരാണ് മലക്കുകൾ. എന്തിനാ പ്രവാചകനോടുള്ള പ്രേമം വ്യക്തമാക്കിയിട്ടാണ്. മദീനയിൽ പോകുമ്പോൾ ഒരു വിശ്വാസിക്ക് വരാൻ പാടുള്ള ഒരേ ഒരു രോഗം പനി മാത്രമാണ്. പനി വന്നാൽ വളരെ നല്ല അടയാളമാണ്. വലിയ ഉസ്താദുമാരും മഹാന്മാരും ഒക്കെ മദീനത്ത് പോയാൽ പനി വന്നില്ലെങ്കിൽ അവര് സിയാറത്ത് കഴിഞ്ഞ് മടങ്ങാൻ നേരം പൊട്ടിക്കരയും. ഉമർ ഖാദി പറഞ്ഞിട്ടുണ്ട്, എന്റെ ശരീരം ശരിക്ക് തിളച്ചു മറിഞ്ഞ രക്തം തിളച്ചു മറിഞ്ഞത് ഞാൻ മദീനത്ത് നിന്നപ്പോഴാണ്. പനി വരും, മദീനത്ത് നിൽക്കുമ്പോ പനി വരും. അല്ലാഹു നല്ല സിയാറത്ത് നമുക്ക് മദീനത്ത് തരട്ടെ. അങ്കിലാപുരത്ത് അടിയാറ് കിടക്കാനിടമില്ല. പാവപ്പെട്ട പെങ്ങളാണ് ഉസ്താദേ ഞാൻ, പാവപ്പെട്ടവളാണ് ഉസ്താദേ ഞാൻ ചെറിയ ഓട്ടോ ഓടിക്കുന്നവനാണ്, ചെറിയ കൂലിവേലക്കാരനാണ്, എനിക്ക് പണം മുടക്കി മദീനത്ത് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ജനസാഗരങ്ങളെ നിറഞ്ഞ മനസ്സോട് ആമീൻ പറഞ്ഞുകൊള്ളുക. എത്രയോ സാധുക്കൾ അല്ലാഹു മദീനത്ത് കൊണ്ടുപോയതാ, എത്രയോ പട്ടിണി പാവങ്ങൾ മദീനത്ത് പോയതാ. ഇപ്രാവശ്യം ഹജ്ജിന് പോയ ഒരു പ്രിയപ്പെട്ട ഉമ്മ മദീനത്ത് മരണപ്പെട്ടു പോയി. ആ പ്രിയപ്പെട്ട ഉമ്മ മദീനത്ത് മരണപ്പെട്ടു എന്ന് വിവരം പറഞ്ഞപ്പോൾ ആ ഉമ്മ പ്രവർത്തിക്കുന്ന തൊഴിലുറപ്പുണ്ടല്ലോ, കേരളത്തിൽ കുടുംബശ്രീ തൊഴിലുറപ്പെന്നൊക്കെ പറയുന്ന പദ്ധതിയുണ്ട്. സ്ത്രീകൾ ഒരുമിച്ച് ചെയ്യുന്ന ജോലിയാണ്. ഈ ഉമ്മ ഹജ്ജിന് പോകുന്നതിന് മുമ്പ് ഒരു കത്തെഴുതിയിട്ട് ഒരു കുടുംബക്കാരുടെ കയ്യിൽ കൊടുത്തിട്ടാ പോയത്, ഞാൻ ഹജ്ജ് കഴിഞ്ഞ് മടങ്ങി വരുമ്പോ മാത്രമേ നീ കത്ത് വായിക്കാവൂ എന്നതിന്റെ കത്ത് എഴുതിയിരിക്കുകയാണ്. ഹജ്ജ് കഴിഞ്ഞിട്ട് മദീന സിയാറത്തിന് പോയ ഉമ്മ അവിടെ കിടന്ന് മരണപ്പെടുകയാണ്. മരണപ്പെട്ടു എന്ന വാർത്ത കേൾക്കുമ്പോ ഈ പെണ്ണ് ഓടി വന്നിട്ട് ആ ഉമ്മ കൊടുത്തിട്ട് പോയ കത്തങ്ങോട്ട് നിവർത്തി വായിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ആ കത്തിനകത്ത് എഴുതിയിരിക്കുന്നു, പെങ്ങളെ ഞാൻ മദീനത്തിൽ നിന്ന് മടങ്ങി വരൂല്ല, ഞാൻ മദീനത്തിൽ നിന്ന് മടങ്ങി വരൂല. പോകുന്നതിന് മുമ്പ് തന്നെ ഇടയിൽ കൊടുത്തിരിക്കുകയാണ്, ഞാൻ മദീനത്തിൽ നിന്ന് മടങ്ങി വരൂല, ഞാൻ മദീനത്തിൽ നിന്ന് മടങ്ങി വരൂല. എന്തുകൊണ്ടാണ്? മനസ്സിന്റെ കത്തത്തോളം പ്രേമം കിടന്ന് തുളുമ്പുകയാ, മനസ്സിന്റെ കത്തത്തോളം സ്നേഹം കിടന്ന് നിറഞ്ഞു തുളുമ്പുകയാ. അല്ലാഹുവേ, ഇവിടെ മരിക്കാൻ കിടന്നില്ലെങ്കിൽ ഒന്ന് പോകാനുള്ള ഭാഗ്യത്തിനൊക്കെ തരണയല്ല. എങ്ങനെയെങ്കിലും പോയാ പറ്റൂല, എങ്ങനെയെങ്കിലും പോയാ പറ്റൂല. നിങ്ങളവിടെ പോയ സ്വലാത്തു വസ്സലാം അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറയുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ തിരിച്ച് സലാം നടക്കുന്ന രീതിയിൽ പോകണം. അതൊരു വല്ലാത്ത പോക്കാ, അതൊരു വല്ലാത്ത പോക്കാ. അതെല്ലാവർക്കും കഴിയുന്നതല്ല. എങ്കിലും അടിയാറ് വന്ന ഭാഗ്യം സിദ്ധിച്ച ചെറുപ്പക്കാരാ, എന്റെ വാഹനത്തിന് തൊട്ട് പിന്നാലെ തിരിഞ്ഞു നോക്കി നൗസാർ ഉസ്താദാണല്ലോ വരുന്നതെന്ന് നോക്കി സന്തോഷത്തോടെ വന്ന പുത്തൂരുള്ള ചെറുപ്പക്കാരാ, സില്ലൂരുള്ള ചെറുപ്പക്കാരാ, പള്ളങ്കോടുള്ള ചെറുപ്പക്കാരാ, അല്ലാഹു നമുക്ക് അവിടെ പോകാനുള്ള ഭാഗ്യം തരട്ടെ. താജ്മഹൽ കണ്ടാ പോരാ, കുത്തുബ് മിനാർ കണ്ടാ പോരാ, സൈനയുടെ വന്മതിൽ കണ്ടാ പോരാ, പിസാഗോപുരം കണ്ടാ പോരാ, ഈജിപ്തിലെ പിരമിഡുകൾ കണ്ടാ പോരാ, ലോകത്തെ മഹാത്ഭുതങ്ങളുടെ ഉള്ളറയിൽ പോയി ഫോട്ടോ എടുത്തിട്ട് സന്തോഷിച്ചാ പോരാ ചെറുപ്പക്കാരാ, സന്തോഷിച്ചാ പോരാ ചെറുപ്പക്കാരാ. ഇന്നിവിടെ വന്ന ബഹുമാനപ്പെട്ട സയ്യിദ് സാബിഖ് അലി ശിഹാബ് തങ്ങളോടൊത്ത് ഒരു 3 മാസം മുമ്പ് ഞാൻ മദീനത്ത് പോയിരുന്നതാ. ആ തങ്ങളോടൊത്ത് പോയപ്പോ മനസ്സിന്റെ കത്ത് വല്ലാത്ത സുഖമാ. അല്ലാഹുവേ, മദീനയുടെ കോട്ടോട്ടിലേക്ക് കാലെടുത്ത് വെച്ചത് മുതൽ അവിടുന്ന് തിരിച്ചറിയുന്നത് വരെ സാബിഖ് അലി തങ്ങൾ കരഞ്ഞാൽ കണ്ടതാ. ഭാഗ്യം കിട്ടിയ അടിയാറുകാരെ, ആ ബഹുമാനപ്പെട്ടവർ ഉദ്ഘാടനം ചെയ്ത വേദിയല്ലേ ഇത്. അസ്സലാമു അലൈക യാ ജദ്ദി, എന്റെ ഉപ്പപ്പാന്ന് വിളിച്ചിട്ടാണ് കടന്നു ചെന്നത്. അതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ആമീൻ പറയുമ്പോ മനസ്സിനെത്ര സുഖമാ. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ലഭിക്കുന്നതെന്നറിയോ? അല്ലാഹു പോകാൻ തൗഫീഖ് തരട്ടെ. വെറുതെ പോകാനല്ല പടച്ചവനെ. അവിടെ ചെന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ സലാം അടക്കുന്ന രീതിയിൽ പോകാൻ ഭാഗ്യം തരണേ അല്ലാഹ്.
അതെല്ലാവർക്കും കിട്ടില്ല. അള്ളാഹുവിന്റെ റസൂൽ സലാം അടക്കുന്ന രീതിയിൽ പോകാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അങ്ങനെ ചെന്നാൽ പിന്നെ ജീവിതത്തിൽ ഒരു നഷ്ടം അള്ളാഹു തരും. അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ വഅലൈക്കും അസ്സലാം യാ ഹബീബ് അങ്ങനെ പറയണം.